ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി യാതൊന്നും പറയാൻ UDF-നുണ്ടായിരുന്നില്ല, BJP-ക്ക് ഉണ്ടായിരുന്നില്ല. അവരാകെ പറയാൻ ശ്രമിച്ചതും പറയണമെന്ന് മനോരമ പത്രം തന്നെ വിശദീകരിച്ചതും വേറൊരു കാര്യത്തെപ്പറ്റിയും ഉണ്ടാകാൻ പാടില്ല, പറയേണ്ടത് ശബരിമല പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടും AK ആന്റണിയെ പോലുള്ളവർ ശബരിമല പ്രശ്നം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തെരഞ്ഞെടുപ്പ് വോട്ടിനെ ബാധിക്കില്ല എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. വസ്തുതാപരമായിട്ടുള്ള കാര്യം, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കഴിഞ്ഞ നവംബർ 1-ാം തീയതിയോടുകൂടി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച മുതലാളിത്ത സമൂഹത്തിൽ ആദ്യത്തെ നാടായി കേരളം മാറിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേകമായിട്ട് 1000 ഉറുപ്പിക വീതം കൊടുക്കാൻ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി, അതും ജനങ്ങൾ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും പെൻഷൻ്റെ വർധന ഉൾപ്പെടെ എല്ലാതരം പെൻഷനുകളും കൈക്കൂലിയാണ് എന്ന് അവതരിപ്പിച്ച UDF-ൻ്റെ നേതാക്കന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൂലിയെ സംബന്ധിച്ചും പെൻഷനെ പറ്റിയും പറയാൻ തന്നെ സാധിക്കുന്നില്ല എന്ന അവസ്ഥ വന്നു ചേർന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 1600 രൂപ നൽകിയിരുന്ന 62 ലക്ഷം ആൾക്കുള്ള പെൻഷൻ അത് 2000 ഉറുപ്പികയായിട്ട് വർദ്ധിപ്പിക്കുകയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ചേർത്ത് 3600 രൂപ ഓരോ വീട്ടിലും എത്തിക്കുകയും ചെയ്തപ്പോൾ അതിനെപ്പറ്റി അവർക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് സത്യം. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്നുള്ള ആവേശകരമായ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് ആവേശത്തോടുകൂടി തന്നെ ഒരു ഉത്സവം പോലെ, ഒരു രാഷ്ട്രീയ ഉത്സവം പോലെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് ആചരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതാണ് കേരളത്തിൽ കാണാൻ സാധിച്ചത്. അതാണ് ഇപ്പോൾ 7 ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്.